ഐഫോണിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മ്യൂസിക് ആപ്ലിക്കേഷനിലോ ആപ്പിൾ മ്യൂസിക്കിൻ്റെ അഥവാ iMusic എന്നുള്ള ആപ്ലിക്കേഷൻ. പക്ഷേ അതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള സോങ്ങുകളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. ഒന്നുകിൽ iTunes വഴി അതിലേക്ക് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ക്യാഷ് കൊടുത്ത് വാങ്ങണം. അങ്ങനെയുള്ള വഴികളൊക്കെ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ആപ്പിളിൻ്റെ ഒരു മ്യൂസിക് പ്ലെയറിലേക്ക് സോങ്ങുകൾ ആഡ് ചെയ്യാൻ സാധിക്കുക. എന്നാൽ അതിന് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത്തരത്തിലുള്ള റിസ്കുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സോങ്ങുകളൊക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്ക് iTunes ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ഒരു മ്യൂസിക് പ്ലെയർ ആയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങളോ മറ്റ് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പ്ലെയറിലേക്ക് സോങ്ങുകൾ ആഡ് ചെയ്യുക എന്നുള്ളത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോളൻ. ഫേസ് ടൈം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതുപോലെ പാട്ടുകൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഷ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പാട്ടുകളൊക്കെ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഡൗൺലോഡ് ചെയ്യുന്ന രീതി കാണിക്കാൻ പോയാൽ കോപ്പിറൈറ്റും മറ്റുള്ള സ്ട്രൈക്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു രീതി കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇൻ്റർഫേസ് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഞാനിവിടെ ആഡ് ചെയ്ത സോങ്ങുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ആർട്ടിസ്റ്റ്, ആൽബം എന്നിങ്ങനെയുള്ള കാറ്റഗറികളും നമുക്ക് കാണാൻ സാധിക്കും. സെറ്റിംഗ്സിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആനിമേഷനും കാര്യങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യും. ഞാനതൊന്നും ഇപ്പോൾ കാണിച്ച് സമയം കളയുന്നില്ല. ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന രീതി മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ ഓഫ്ലൈൻ ആയിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നെറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് നെറ്റ് ഓഫ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം പരസ്യങ്ങളുടെ ശല്യം ഉണ്ടാവില്ല. ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ ആയതിനാൽ പരസ്യങ്ങൾ ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. കൂടുതലായിട്ടൊന്നുമില്ല എങ്കിലും ഇടയ്ക്കൊന്ന് പരസ്യം വരാം. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നെറ്റ് ഓഫ് ചെയ്ത് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ശല്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇതിലേക്ക് എങ്ങനെയാണ് സോങ്ങുകൾ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഡിസ്ക്രിപ്ഷനിൽ നിന്ന് പാട്ടുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ പാട്ടുകൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യമായ ഡൗൺലോഡ് ലിങ്കിന് മുകളിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ശേഷം ഡൗൺലോഡ് ലിങ്ക്ഡ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ആവുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് ഡൗൺലോഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി ഈ ഡൗൺലോഡ് ഐക്കണിന് മുകളിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആകുന്നതായിരിക്കും. ഇവിടെ ഡൗൺലോഡ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത സോങ്ങുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ സോങ് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഷെയർ ഐക്കൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഷെയർ ഐക്കൺ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഏരിയയിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സോങ് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആഡ് ചെയ്ത ആ സോങ്ങും ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേ രീതിയിൽ ഏത് സോങ്ങും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യുകയും സാധാരണ ഒരു മ്യൂസിക് പ്ലെയർ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ കൂടിയാണ്. അപ്പോൾ എന്തായാലും അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എന്നാലും പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.